ഞാൻ എൻ്റെ സ്ക്രീൻ കൂടി ഷെയർ ചെയ്യാം. എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ്. ദ ഫസ്റ്റ് ഈസ് സ്റ്റാക്ക് ആൻഡ് ദ സെക്കൻഡ് ഈസ് ക്യൂ. ഇത് ഞാൻ കൺസെപ്റ്റ് ആദ്യം പറയാം, അതിനുശേഷം ഐ വിൽ എക്സ്പ്ലെയിൻ വാട്ട് ദ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ദീസ് തിങ്സ് ആർ. അപ്പോൾ ഈ സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വി ആർ സ്റ്റാക്കിംഗ് ഔട്ട് സംതിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് വെച്ച് വെച്ച് ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ സാധാരണ സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സംതിങ് ലൈക്ക് എ പ്ലേറ്റ് ഓഫ് ചപ്പാത്തീസ് അല്ലെങ്കിൽ ഇപ്പോൾ പ്ലേറ്റ് ഓഫ് ചപ്പാത്തീസ് ആണെങ്കിൽ നമ്മൾ ഏറ്റവും മുകളിൽ വെച്ച ചപ്പാത്തി എടുത്തായിരിക്കും ആദ്യം കഴിക്കുക, അല്ലേ? അപ്പൊ ഇതിനെ തന്നെയാണ് ബേസിക്കലി സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാക്കിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ, എ സ്റ്റാക്ക് ഈസ് നത്തിങ് ബട്ട് എ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സ്ട്രക്ചർ. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അവസാനം അകത്തേക്ക് അവസാനം വെച്ച സാധനമായിരിക്കും ആദ്യം പുറത്ത് വരുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് യു കോൾ എ സ്റ്റാക്ക്. നമുക്കിതിനെ ഒന്നൊരു ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സോ വി വിൽ ഹാവ് സംതിങ് ലൈക്ക് ദിസ്. നമുക്ക് ഇതേപോലെ കുറച്ച് പൊസിഷൻസ് ഉണ്ടാവും. വി ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഇതുപോലെ ഉണ്ടാവും. നമുക്ക് ഇൻഡെക്സ് ചെയ്യാം. ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ്, തേർഡ് ഇൻഡെക്സ്, ഫോർത്ത് ഇൻഡെക്സ്, ഫിഫ്ത്ത് ഇൻഡെക്സ്. അതായത് ഇതിനകത്ത് 5 ഐറ്റംസ് ഈ ഒരു സ്റ്റാക്കിനകത്ത് കൊള്ളാൻ പറ്റും. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളെ ആദ്യം അകത്തേക്ക് വെക്കാം. അകത്തേക്ക് വെക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഏറ്റവും അടിയിൽ നിന്നായിരിക്കും വെച്ചു തുടങ്ങുക. അടിയിൽ നിന്ന് ഏറ്റവും മുകളിലേക്ക് വെക്കാൻ നോക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇതിനകത്തേക്ക് സംതിങ് ലൈക്ക് വി ആർ പുഷിംഗ് സം ക്യാരക്ടേഴ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഇങ്ങനെ ചെയ്യാം. എ, ബി, സി, ഡി, ഇ, എഫ്, ഈ രീതിയിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ നമുക്ക് ഈ സ്റ്റാക്കിനകത്തേക്ക് വെക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം പുഷിംഗ് ദിസ് എ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിലേക്ക് നമ്മൾ എ വെച്ചു. നൗ വി ആർ ട്രൈങ് ടു പുഷ് ബി. ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് അവൈലബിൾ പൊസിഷൻ, എയുടെ മുകളിലേക്ക് ബി വെച്ചു. പിന്നീട് സി വെച്ചു, ഡി വെച്ചു, ഇ വെച്ചു. ആൻഡ് ഇനി അടുത്തായിട്ട് എഫ് വെക്കാൻ നോക്കുമ്പോൾ we do not have enough space for, or we do not have any storage for pushing this F. അപ്പം നമുക്ക് എഫിനെ വെക്കാൻ കഴിയില്ല. നിങ്ങളൊരു അലമാരക്കകത്തേക്ക് ഡ്രസ്സ് അടുക്കി വെക്കുന്ന പോലെ ആലോചിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഈ പറയുന്ന ഡ്രസ്സിൽ നിന്നും നമുക്ക് ഇന്ന് ഇടാനുള്ള ഒരു ഡ്രസ്സ് നമ്മൾ പുറത്തേക്ക് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിച്ച് വൺ വിൽ യു ടേക്ക് ഔട്ട്? ഏറ്റവും മുകളിലിരിക്കുന്ന ഡ്രസ്സായിരിക്കും നമ്മൾ എടുത്ത് മാറ്റുക, അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് വി ആർ ടേക്കിംഗ് ഔട്ട് വിൽ ബി ആക്ച്വലി ദിസ് ഈ നമ്മൾ ഇങ്ങനെ പുറത്തെടുത്തു. പുറത്തെടുത്ത് ഇവിടേക്ക് വെച്ചു, റൈറ്റ്? അടുത്തായിട്ട് വീണ്ടും ഒരെണ്ണത്തിനെ കൂടെ പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി നത്തിങ് ബട്ട് ദിസ് ഡി, റൈറ്റ്? ഡി ആയിരിക്കും നമ്മൾ പിന്നീട് പുറത്തേക്ക് എടുക്കുക. അടുത്തായിട്ട് വീണ്ടും ഒരെണ്ണം പുറത്തേക്ക് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി നത്തിങ് ബട്ട് സി, റൈറ്റ്? സി ആയിരിക്കും പിന്നീട് നമ്മൾ പുറത്തേക്ക് എടുക്കുക, റൈറ്റ്? ഇവിടേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ദർ ഇസ് എ പ്രിൻസിപ്പിൾ കോൾഡ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഓർ ലിഫോ എന്ന് പറയും. ലിഫോ അവസാനം ഇന്നായ സാധനമായിരിക്കും നമ്മൾ ആദ്യം പുറത്തേക്ക് എടുക്കുക. അതിനെയാണ് നമ്മൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡേറ്റ സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത്. സോ എ സ്റ്റാക്ക് ഈസ് നത്തിങ് ബട്ട് എ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡേറ്റ സ്ട്രക്ചർ. ഇതാണ് ബേസിക്കലി ഒരു സ്റ്റാക്ക് എന്ന് പറയുന്നത്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡേറ്റ സ്ട്രക്ചർ. ഇനി നമ്മൾ ഒരെണ്ണത്തിനെ കൂടെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ അത് ഏതായിരിക്കും? ഈ സ്റ്റാക്കിൽ നിന്നും അത് ബി ആയിരിക്കും, അല്ലെ? ബി നമ്മൾ പുറത്തേക്ക് എടുത്തു. അടുത്തായിട്ട് വീണ്ടും ഒരെണ്ണത്തിനെ കൂടെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി നത്തിങ് ബട്ട് എ നമ്മൾ പുറത്തേക്ക് എടുത്തു, റൈറ്റ്? ഇനി നമ്മൾ ഒന്നുകൂടി പുറത്തേക്ക് എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എം ടി. ദ സ്റ്റാക്ക് ഈസ് ഓൾറെഡി എം ടി, റൈറ്റ്? സ്റ്റാക്ക് എം ടി ആയതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്നും ഇനിയൊന്നും പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റാക്കിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റാക്കിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്ക് ഈസ് നത്തിങ് ബട്ട് എ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചർ. നമ്മൾ ഇതിനകത്തേക്ക്
ഐറ്റംസിനെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കിവിടെ രണ്ട് ഓപ്പറേഷൻസ് ആണുള്ളത്. ദ ഫസ്റ്റ് ഓപ്പറേഷൻ ഈസ് കോൾഡ് പുഷ്. പുഷ് മീൻസ് വി ആർ പുഷിംഗ് ഇൻ ടു ദ സ്റ്റാക്ക്, pushing into the next available storage area of the stack. That is what we call push. The next is pop. Pop എന്ന് വെച്ച് കഴിഞ്ഞാൽ we are taking out the last inserted item from the stack. Push means inserting, let me erase this thing. Pushing means inserting into the next available storage location. ഇതാണ് push. Pop എന്ന് വെച്ച് കഴിഞ്ഞാൽ taking out the last inserted item. ഇതിനെയാണ് നമ്മൾ പോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ പുഷും ഉണ്ട് പോപ്പും ഉണ്ട്. അപ്പൊ സ്റ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചർ. ഇറ്റ് ഈസ് ഹാവിംഗ് two different operations. The first is called push and second is pop. Push means inserting into the next available storage location and pop means taking out the last inserted item. ഇതാണ് നമുക്കുള്ളത്. ഇനിയിപ്പോ പുഷ് പോപ്പ് ഒക്കെ നമുക്കൊന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനെ കമ്പ്യൂട്ടറിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇതിനെ ഒരു അറേ ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിനെയാണ് നമ്മൾ സാധാരണ അറേ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ സിയിലൊക്കെ ചിലപ്പം അറേക്ക് ഒരു ഇൻഡെക്സ് ഉണ്ടാവും. സിയിലൊക്കെ ചിലപ്പോൾ അറേയുടെ ഇൻഡെക്സ് നിങ്ങൾ 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ നമുക്കിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അറേയുടെ ഇൻഡെക്സ് 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നെടുക്കാം. ഇപ്പൊ ഇത് 5 ലൊക്കേഷൻസ് ഉള്ള ഒരു അറേയാണ് ഈ കാണിച്ചിരിക്കുന്നത്. സാധാരണ എല്ലാവരും അറേ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഞാൻ ഈ ഇങ്ങനെ സോറി 1 2 3 4 5 ഈ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുക. ഞാനിതൊരു സ്റ്റാക്കിന്റെ ഒരു കൺസെപ്റ്റ് കിട്ടാനായിട്ട്, സ്റ്റാക്ക് എന്ന് വെച്ചാൽ അടുക്കി മുകളിലേക്കാണല്ലോ വെക്കുന്നത്. അങ്ങനെ ഒരു കൺസെപ്റ്റ് കിട്ടാനായിട്ടാണ് ഞാൻ ഈ താഴെ നിന്ന് മുകളിലേക്ക് വരച്ചത്. അപ്പോ നമുക്ക് ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നെക്സ്റ്റ് അവൈലബിൾ ലൊക്കേഷൻ ഏതാണ് എന്ന് നമുക്ക് ഇവിടെ നിന്ന് അറിയണം. ഇതിപ്പോ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റാക്ക് എംപ്റ്റി ആണ്. ഈ സ്റ്റാക്കിനകത്തേക്ക് ഒരു ഐറ്റത്തെ നമ്മൾ, ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുമാവാം, നമുക്ക് ഇവിടെ തൽക്കാലം ക്യാരക്ടേഴ്സിനെ ഐറ്റം ആയിട്ട് എടുക്കാം. എ എന്നുള്ള ഐറ്റത്തെ പുഷ് ചെയ്യണമെങ്കിൽ what we do is we will find out what the next available storage location is. നമുക്കറിയാം ഇതാണ് ഈ 1 എന്നുള്ള ഇൻഡെക്സ് കിടക്കുന്നിടത്ത് തന്നെ അത് ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. നമുക്ക് അതുകൊണ്ട് എ ഇങ്ങോട്ട് പുഷ് ചെയ്യാം. അടുത്തായിട്ട് ബി എ കൂടെ പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അവൈലബിൾ സ്റ്റോറേജ് ലൊക്കേഷൻ ഈസ് ആക്ച്വലി ഹിയർ. നമുക്ക് അതിനെ പുഷ് ചെയ്യാം. സി പുഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, ഡി പുഷ് ചെയ്യുമ്പോൾ ഇവിടേക്ക് വരും, ഇ പുഷ് ചെയ്യുമ്പോൾ ഇവിടേക്ക് വരും, ആൻഡ് എഫ് പുഷ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കിനി ഇവിടെ സ്ഥലമില്ല. കാരണം ആകെ നമ്മുടെ സ്റ്റാക്കിന്റെ സൈസ് എന്ന് പറയുന്നത് 5 മാത്രമാണ്. 5 is the maximum size of the stack. So when we try to push this F, we say that there is a stack overflow. നമുക്ക് ഇവിടെ വരുന്നത് സ്റ്റാക്ക് ഓവർഫ്ലോ ആണ്. എഫിനെ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല. ഇനി പുഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാക്ക് നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്ക്. ദാറ്റ് ഈസ് വൈ വി കോൾ ഇറ്റ് സ്റ്റാക്ക് ഓവർഫ്ലോ. ഇതേപോലെ തന്നെ നമുക്ക് പോപ്പ് ചെയ്യുമ്പോഴും നമുക്ക് ഇതേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് പോപ്പ് ചെയ്യാം. പോപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യം നമ്മൾ പോപ്പ് ചെയ്യുന്നത് ഇ ആയിരിക്കും. ഈ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഇങ്ങോട്ട് എഴുതാം. ഇങ്ങോട്ട് എഴുതും. അടുത്തായിട്ട് നെക്സ്റ്റ് വീണ്ടും നമ്മൾ പോപ്പ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ നമ്മൾ ഡി ആയിരിക്കും നമുക്ക് കിട്ടുക. ഡി നമുക്ക് ഇവിടേക്ക് എഴുതാം. വീണ്ടും പോപ്പ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സി, നമുക്കത് ഇവിടേക്ക് എഴുതാം. ആൻഡ് വീണ്ടും പോപ്പ് ചെയ്യാൻ നോക്കിയാൽ ഇറ്റ് ഈസ് ബി, നമുക്കത് ഇവിടേക്ക് എഴുതാം. ആൻഡ് ഫൈനലി വീണ്ടും പോപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ, ആൻഡ് എ ഈസ് ഓൾസോ റിട്ടൺ ഹിയർ. ആൻഡ് ഇഫ് വി ട്രൈ ടു പോപ്പ് അഗെയിൻ, നമുക്ക് ഒന്നുകൂടി പോപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ there is nothing in the stack, and this situation is what we call stack underflow. സ്റ്റാക്ക് അണ്ടർഫ്ലോ അല്ലെങ്കിൽ സ്റ്റാക്ക് എംപ്റ്റി എന്നൊക്കെ പറയും. അപ്പോൾ സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് പുഷ് ചെയ്യുമ്പോഴാണ് വരിക. സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് പറയുന്നത് പോപ്പ് ചെയ്യുമ്പോഴാണ് വരിക. അപ്പോൾ സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാക്ക് ഈസ് ഓൾറെഡി ഫുൾ, വി ആർ നോട്ട് ഇൻ എ സിറ്റുവേഷൻ ടു പുഷ് എനിത്തിങ് മോർ. സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ we are trying to pop an item from the stack, but the stack is already empty, so we are not in a situation to pop out anything. So that is what you call stack underflow. ഇനി
ഇത് എങ്ങനെ നമുക്കൊന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പുഷും പോപ്പും ഓപ്പറേഷൻ കൂടി നമുക്ക് എങ്ങനെ ചെയ്യാം എന്നൂടെ നോക്കാം. അത് എന്നിട്ട് ഈ ഓവർഫ്ലോയുടെ അണ്ടർഫ്ലോയുടെ കണ്ടീഷൻ കൂടി എന്താണെന്ന് നോക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാക്കിന്റെ ഒരു ഓവറോൾ ഐഡിയ നമുക്ക് കിട്ടും. നമുക്ക് നോക്കാം. ഈ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വേരിയബിളിനെ കൂടെ അല്ലെങ്കിൽ ഒരു പാരാമീറ്ററിനെ കൂടെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ദ ടോപ്പ്. നമുക്ക് ടോപ്പ് എന്നൊരു പാരാമീറ്ററും കൂടി നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ടോപ്പ് ഓൾവേസ് ഡെസിഗ്നേറ്റ് ദ പൊസിഷൻ of the last inserted item. Position or index of the last inserted item. അതിനെയാണ് നമ്മൾ സാധാരണ ടോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ടോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം ഈ സ്റ്റാക്ക് ഓൾറെഡി എംപ്റ്റി ആണല്ലോ. ഈ സ്റ്റാക്കിന്റെ ഇൻഡെക്സ് അല്ലെങ്കിൽ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 2 3 4 5 ഈ രീതിയിലാണ് നമ്മുടെ ഈ പർട്ടിക്കുലർ ഈ എക്സാമ്പിളിലുള്ള സ്റ്റാക്കിന്റെ പൊസിഷൻസ് കിടക്കുന്നത് അല്ലെങ്കിൽ ഇൻഡെക്സ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാക്ക് എംപ്റ്റി ആകുമ്പോൾ ടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പൊസിഷൻ ഓഫ് ദ ലാസ്റ്റ് ഇൻസേർട്ടഡ് ഐറ്റം, അതിനെയാണ് നമ്മൾ സാധാരണ ടോപ്പ് എന്നുള്ള വേരിയബിൾ അല്ലെങ്കിൽ പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെന്റ് വെച്ച് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇനീഷ്യലി സ്റ്റാക്ക് എംപ്റ്റി ആയതുകൊണ്ട് വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ദ ടോപ്പ്, അല്ലെങ്കിൽ ടോപ്പ് എവിടെയായിരിക്കും ഇരിക്കുക? ലാസ്റ്റ് ഇൻസേർട്ടഡ് ഐറ്റം. ഇവിടെ ഇപ്പൊ ഐറ്റം ഒന്നും ഇല്ല, അതുകൊണ്ട് ടോപ്പ് എന്ന് പറയുന്നത് ഈ 1ലും താഴെയായിരിക്കും, അല്ലെങ്കിൽ ദ ഇനിഷ്യൽ വാല്യൂ ഓഫ് ടോപ്പ് വിൽ ബി ആക്ച്വലി 0 ആയിരിക്കും. ഈ സിറ്റുവേഷനിൽ ഇനിഷ്യലി ടോപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി 0 ആയിരിക്കും. ഒരു സ്റ്റാക്ക് എപ്പോഴും തുടങ്ങുമ്പോൾ ടോപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സ്റ്റാക്കിനകത്ത് ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഒരു ഐറ്റത്തെ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇതിനകത്തേക്ക് ഒരു ഐറ്റത്തെ ഇൻസേർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എന്നുള്ള ഐറ്റത്തെ നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിനെ ഒന്ന് കൂട്ടണം. ടോപ്പിനെ നമ്മൾ ഒന്ന് കൂട്ടി, ടോപ്പിന്റെ വാല്യൂ 0 എന്നുള്ളത് മാറ്റിയിട്ട് അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി 1 ആക്കി. അതായത് ഈ ടോപ്പ് ഇപ്പൊ ഇവിടെ നിന്ന് മാറി ഇവിടേക്ക് വന്നു. ഇപ്പൊ ടോപ്പ് എന്ന് പറയുന്നത് ഇവിടേക്ക് വന്നു. ഇനി ഇപ്പൊ ടോപ്പ് ഏത് പൊസിഷനിലേക്കാണോ അല്ലെങ്കിൽ ഏത് ഇൻഡെക്സിലേക്കാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ടോപ്പിന്റെ വാല്യൂ എത്രയാണോ അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എ എന്നുള്ള ഐറ്റത്തെ നമുക്ക് എ അല്ലേ നമ്മൾ പുഷ് ചെയ്യാൻ പോകുന്നത്, എ നമുക്ക് പുഷ് ചെയ്തിടാം. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മളിപ്പോ പുഷ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ടോപ്പിന്റെ വാല്യൂ ഒന്ന് കൂട്ടും. എന്നിട്ട് ഇപ്പൊ ടോപ്പ് എവിടേക്കാണോ പോയിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഡെക്സ് ചെയ്യുന്നത് അവിടേക്ക് നമ്മൾ എ എടുത്ത് ഇടും. അടുത്തായിട്ട് വീണ്ടും പുഷ് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ടോപ്പിന്റെ വാല്യൂ വീണ്ടും കൂട്ടും. ടോപ്പിന്റെ വാല്യൂ, ടോപ്പ് ഇവിടെ ആയിരുന്നു ഇരുന്നത്, ടോപ്പിനെ നമ്മൾ ഒന്നും കൂടി കൂട്ടി 1 എന്നുള്ള മാറ്റി 2 ആക്കും. എന്നിട്ട് ഇപ്പൊ ടോപ്പ് എവിടേക്കാണ് ഇടുന്നത് അവിടേക്ക് നമ്മൾ ബി ഇടും. അടുത്തായിട്ട് പുഷ് സി എന്ന് കൊടുക്കുവാണെങ്കിൽ അഗെയിൻ ടോപ്പ് ഇവിടുന്ന് മാറ്റും, ടോപ്പ് ഇവിടെ വരും, ഇവിടേക്ക് സി ഇടും. പുഷ് ഡി കൊടുക്കുവാണെങ്കിൽ അഗെയിൻ ടോപ്പ് മാറും, ഇവിടെ വരും, ഡി വരും. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എപ്പോഴും ലാസ്റ്റ് ഇൻസേർട്ടഡ് ഐറ്റത്തിന്റെ ഇൻഡെക്സ് ആണ് എപ്പോഴും ടോപ്പ് കാണിക്കുന്നത്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പിന്റെ വാല്യൂ 4 ആണ് അല്ലെ. അപ്പോൾ 4th പൊസിഷനിലാണ് ലാസ്റ്റ് ഇൻസേർട്ടഡ് ഐറ്റം ഇരിക്കുന്നത്. വീണ്ടും ഞാൻ ഇപ്പൊ പുഷ് ഇ എന്ന് കൊടുത്തു. അഗെയിൻ ഐ ആം ഇൻക്രിമെന്റിങ് ദ വാല്യൂ ഓഫ് ടോപ്പ് ബൈ 1. ടോപ്പ് ഒന്നുകൂടെ കൂടി, അവിടേക്ക് എനിക്ക് ഇ ഇടാം. ഇനി അടുത്തായിട്ട് പുഷ് എഫ് കൊടുത്തു. പുഷ് എഫ് കൊടുത്തപ്പോൾ ടോപ്പിന്റെ വാല്യൂ ഒന്നുകൂടി കൂട്ടാൻ ഞാൻ നോക്കും. പക്ഷെ ടോപ്പിന്റെ വാല്യൂ ഇവിടെ കൂട്ടാൻ നോക്കി കഴിയുമ്പോൾ എനിക്ക് ഓൾറെഡി അറിയാം ഈ സ്റ്റാക്ക് ഫുൾ ആയി കഴിഞ്ഞു. ഇറ്റ്സ് ഓൾറെഡി ഫുൾ ആൻഡ് ഐ ആം നോട്ട് ഇൻ എ പൊസിഷൻ ടു insert or push a new item into the stack, or there is the condition called stack overflow, right? Stack overflow. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് സ്റ്റാക്ക് ഓവർഫ്ലോ എപ്പോഴാണ് വരുന്നത് എന്ന് ടോപ്പിന്റെ ടേംസിൽ പറയാമോ? അതായത് സ്റ്റാക്ക് ഓവർഫ്ലോ ഹാപ്പൻസ് ഓൺലി വെൻ വി ആർ ട്രൈങ് ടു ഇൻസേർട്ട് ആൻ ഐറ്റം or push an item. പുഷ് ചെയ്യുമ്പോൾ മാത്രമേ സ്റ്റാക്ക് ഓവർഫ്ലോ വരത്തുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുറെ ഷർട്ട് നമ്മൾ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെടുത്ത് നമ്മുടെ കബോർഡിലേക്ക് വെക്കാൻ നോക്കുന്നു. ഇത് അവിടേക്ക് ഓവർഫ്ലോ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പുതിയൊരു ഷർട്ട് അങ്ങോട്ട് വെക്കാൻ നോക്കുമ്പോൾ മാത്രമേ ഓവർഫ്ലോ വരത്തുള്ളൂ, ഇല്ല എങ്കിൽ ഓവർഫ്ലോ ഒന്നും വരില്ല. ഇവിടെ അതേപോലെ തന്നെയാണ് സ്റ്റാക്കിന്റെ കേസിൽ.
ഞാനിങ്ങനെ ഒരു പുതിയ ഐറ്റത്തെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് ബേസിക്കലി ഇവിടെ ഒരു സ്റ്റാക്ക് ഓവർഫ്ലോ വരുന്നത്. പക്ഷേ ഈ സ്റ്റാക്ക് ഓവർഫ്ലോ വരുന്നത് ഈ ടോപ്പിന്റെ സിറ്റുവേഷൻ, ടോപ്പിന്റെ കണ്ടീഷൻ എന്താകുമ്പോഴാണെന്നുള്ളത് നിങ്ങൾക്ക് പറയാമോ? ബേസിക്കലി ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വെൻ ടോപ്പ് ഈസ് ഈക്വൽ ടു 5 ആകുമ്പോഴാണ് ഇവിടെ ഇപ്പോൾ സ്റ്റാക്ക് ഓവർഫ്ലോ വരുന്നത്, അല്ലേ? ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു എക്സാമ്പിൾ ടോപ്പിന്റെ വാല്യൂ 5 ആയി കഴിഞ്ഞപ്പോൾ ഇനി എനിക്ക് ഒന്നിനെ അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാൻ കഴിയില്ല. what is this 5? 5 is nothing but the size of സ്റ്റാക്കിന്റെ സൈസ്, അല്ലേ? ടോപ്പിന്റെ വാല്യൂ സ്റ്റാക്കിന്റെ സൈസ് ആയി കഴിഞ്ഞാൽ I am not able to insert anything more into the stack, right? And in that situation stack overflow happens. ഇവിടെയാണ് നമുക്ക് സ്റ്റാക്ക് ഓവർഫ്ലോ ഉണ്ടാകുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? Can you at least type in the chat window? ഞാൻ ഈ ചാറ്റ് വിൻഡോ നോക്കാം. ചാറ്റ് വിൻഡോയിലേക്ക് നമുക്കൊന്ന് മനസ്സിലായെങ്കിൽ can you type you understood this? Otherwise if you want me to explain a bit more, you can type that also. Okay, so okay, right. Okay, ബാക്കിയുള്ളവർക്കോ മനസ്സിലായല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ, കണ്ടിന്യൂ ചെയ്യാമല്ലോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾവേസ് ഫീൽ ഫ്രീ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. നമുക്ക് അത് ക്ലിയർ ആക്കി തന്നെ പോകാം. ഞാൻ ഇതിന്റെ ഒരു പെരിഫറൽ ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. ഒരു കാര്യം കൂടി, ഇപ്പൊ ഇങ്ങനെ എപ്പോഴും സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പുഷ് ചെയ്യാൻ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിന്റെ വാല്യൂ ഓൾറെഡി സൈസ് ഓഫ് സ്റ്റാക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒന്നും അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാൻ കഴിയില്ല. അതാണ് സ്റ്റാക്ക് ഓവർഫ്ലോ. നേരെ മറിച്ച് സ്റ്റാക്ക് അണ്ടർഫ്ലോ വരുന്നത് എപ്പോഴായിരിക്കും എന്നുകൂടി പറയാമോ? സ്റ്റാക്ക് അണ്ടർഫ്ലോ വരുന്നത് നാച്ചുറലി, ഞാൻ ഈ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ കുറെ ഷർട്ട് അയൺ ചെയ്ത് കബോർഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓരോ ദിവസവും ഓരോ ഷർട്ട് എടുത്ത് ഇടാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ എനിക്ക് ഷർട്ടൊന്നും ബാക്കിയില്ല. അവിടെയാണ് എനിക്ക് സ്റ്റാക്ക് അണ്ടർഫ്ലോ വരുന്നത്, അല്ലേ? അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ടോപ്പിന്റെ ടേംസിൽ പറയാം. നേരത്തെ ഓവർഫ്ലോ എന്ന് പറയുന്നത് വെൻ ടോപ്പ് ബിക്കംസ് ഈക്വൽ ടു സൈസ് ഓഫ് സ്റ്റാക്ക് ആൻഡ് യു ആർ ട്രൈങ് ടു ഇൻസേർട്ട് ഓർ യു ആർ ട്രൈങ് ടു പുഷ് ആൻ ന്യൂ ഐറ്റം ഇൻ ടു ദ സ്റ്റാക്ക്, then there is a possibility that there is stack overflow. What about the condition for stack underflow? അത് പറയാമോ എന്തായിരിക്കും എന്നുള്ളത്? ഞാൻ കറക്റ്റ്, അണ്ടർഫ്ലോ വരും. ഇവിടുത്തെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ആണല്ലേ? അപ്പൊ 1ലും താഴെ സ്റ്റോപ്പ് ഇരിക്കുകയാണെങ്കിലാണ് നമുക്ക് സ്റ്റാക്ക് അണ്ടർഫ്ലോ ഉണ്ടാകുന്നത്. ഞാനൊരു എക്സാമ്പിൾ വഴി കാണിച്ചു തരാം. ഇവിടേക്ക് നോക്കുവാണെങ്കിൽ ഇപ്പൊ ടോപ്പ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5ലാണ്. 5 എന്നുള്ള ലൊക്കേഷനിലാണ് ടോപ്പ് ഇരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോപ്പ് ചെയ്തു. ഞാൻ വെറുതെ ഒരു പോപ്പ് ചെയ്തു. എനിക്ക് ഒരു തവണ പോപ്പ് ചെയ്തപ്പം എനിക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരിക്കും, അല്ലെ? ഇങ്ങ് കിട്ടും. എന്നിട്ട് ഞാൻ ടോപ്പിനെ ഒന്ന് താഴ്ത്തും, ഒന്ന് താഴേക്ക് കൊണ്ടുവരും. പോപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിങ്ങ് കളയും, ഇതിങ്ങ് പോവും, എന്നിട്ട് ടോപ്പ് ഒന്ന് താഴേക്ക് വരും. ടോപ്പ് ഇപ്പം ഇവിടെ വന്നു. വീണ്ടും ഞാൻ പോപ്പ് ചെയ്തു. വീണ്ടും പോപ്പ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇപ്പൊ ഇരിക്കുന്ന അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഷർട്ട് എനിക്കും കിട്ടും, അല്ലെങ്കിൽ ഐറ്റം എനിക്കും കിട്ടും, ഡി എനിക്ക് കിട്ടും. ഞാൻ എന്നിട്ട് ടോപ്പിനെ ഒന്നുകൂടി താഴ്ത്തും. ടോപ്പ് ഡി പോയി, ടോപ്പ് ഇവിടെ വന്നു. വീണ്ടും ഞാൻ പോപ്പ് ചെയ്തു, എന്ന് വെച്ചാൽ വീണ്ടും ഞാൻ ഷർട്ട് എടുത്തു. അങ്ങനെ വരുമ്പോൾ എനിക്ക് സി കിട്ടും. സി പോകും, പിന്നെ ടോപ്പിന്റെ വാല്യൂ ഒന്നുകൂടി താഴേക്ക് വരും. ടോപ്പ് ഇവിടെ വന്നു. വീണ്ടും ഞാൻ പോപ്പ് ചെയ്തു. അപ്പൊ എനിക്ക് ഇപ്പൊ ഇരിക്കുന്ന ഐറ്റം കിട്ടി, ബി കിട്ടി. ടോപ്പിന്റെ വാല്യൂ ഒന്നുകൂടി താഴേക്ക് വന്നു. വീണ്ടും ഞാൻ പോപ്പ് ചെയ്തു. വീണ്ടും പോപ്പ് ചെയ്യുമ്പോൾ എനിക്ക് എ കിട്ടും. എ എന്ന് പോവും. ടോപ്പിന്റെ വാല്യൂ ഒന്നുകൂടി താഴേക്ക് വരും, അല്ലെ? ടോപ്പിന്റെ വാല്യൂ ഇപ്പൊ 0 ആയി മാറി.
ഇനി ഞാൻ പോപ്പ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ എനിക്ക് ഐറ്റംസ് ഇല്ല. ഐ ഹാവ് ദി സ്റ്റാക്ക് അണ്ടർഫ്ലോ, റൈറ്റ്? അപ്പൊ ഇവിടുത്തെ സിറ്റുവേഷനിൽ നമുക്കറിയാം സ്റ്റാക്ക് അണ്ടർഫ്ലോ ഹാപ്പൻസ് വെൻ ദ വാല്യൂ ഓഫ് ടോപ്പ് ഈസ് ഈക്വൽ ടു 0. ടോപ്പിന്റെ വാല്യൂ 0 ആകുമ്പോഴാണ്. ആൻഡ് ഐ ആം ട്രൈങ് ടു പോപ്പ് തിങ്സ് ഓൾസോ. ടോപ്പിന്റെ വാല്യൂ 0 ആണ്, ഐ ആം ട്രൈങ് ടു പോപ്പ് തിങ്സ്. അപ്പോഴാണ് നമുക്ക് സ്റ്റാക്ക് അണ്ടർഫ്ലോ ഉണ്ടാകുന്നത്, റൈറ്റ്? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സ്റ്റാക്കിനെ പറ്റി നമുക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. സോ സ്റ്റാക്ക് ഈസ് നത്തിങ് ബട്ട് എ ലാസ്റ്റിംഗ് ഫസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചർ. അവിടെ നമുക്ക് രണ്ട് ഓപ്പറേഷൻസ് ആണുള്ളത്. വി ഹാവ് പുഷ് ഓപ്പറേഷൻ ആൻഡ് വി ഹാവ് പോപ്പ് ഓപ്പറേഷൻ. പുഷ് ഓപ്പറേഷൻ മീൻസ് we are trying to insert items into the stack, and pop operation means we are trying to take out things from the stack. ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ടോപ്പ് എന്നൊരു വേരിയബിൾ കൂടി ഉപയോഗിക്കുന്നുണ്ട്. ടോപ്പ് ഓൾവേസ് പോയിന്റ്സ് ടു ദ ലാസ്റ്റ് ഇൻസെർട്ട്. ടോപ്പ് ഓൾവേസ് പോയിന്റ്സ് ടു ദ ലാസ്റ്റ് ഇൻസെർട്ടഡ് ഐറ്റം. ഇൻ അതർ വേർഡ്സ്, ടോപ്പ് gives the index of the last inserted item in the stack. അപ്പോൾ സ്റ്റാക്ക് തുടങ്ങുമ്പോൾ സ്റ്റാക്ക് എംപ്റ്റി ആയിരിക്കും, അതുകൊണ്ട് തന്നെ ടോപ്പിന്റെ വാല്യൂ 0 ആയിരിക്കും. നമ്മൾ ഒരു ഐറ്റത്തെ അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഐറ്റത്തെ പുഷ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിന്റെ വാല്യൂ ഒന്ന് കൂട്ടും, എന്നിട്ട് ആ ലൊക്കേഷനിലേക്ക് ഈ പുതിയ ഐറ്റത്തെ കൊണ്ടിടും. സിമിലർലി നമ്മൾ പോപ്പ് ചെയ്യുമ്പോൾ ടോപ്പ് പോയിന്റ്സ് ടു ദ ലാസ്റ്റ് ഇൻസേർട്ടഡ് ഐറ്റം. ഇപ്പം ടോപ്പ് ഏതിനെയാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഇൻഡെക്സിലുള്ള ഐറ്റത്തെ നമ്മൾ ഇങ്ങനെ എടുക്കും, എന്നിട്ട് ടോപ്പിന്റെ വാല്യൂ ഒന്ന് ഡിക്രിമെന്റ് ചെയ്യും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദ ഫസ്റ്റ് ഈസ് കോൾഡ് സ്റ്റാക്ക് ഓവർഫ്ലോ ആൻഡ് സെക്കൻഡ് ഈസ് കോൾഡ് സ്റ്റാക്ക് അണ്ടർഫ്ലോ. പുഷ് ചെയ്യുമ്പോഴാണ് സ്റ്റാക്ക് ഓവർഫ്ലോ ഉണ്ടാകുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ട്രൈങ് ടു പുഷ് ആൻഡ് ദ ടോപ്പ് ഈസ് ഓൾറെഡി അറ്റ് ദ മാക്സിമം സൈസ് ഓഫ് ദ സ്റ്റാക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഇൻസേർട്ട് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ പുഷ് ചെയ്യാൻ കഴിയില്ല. ദാറ്റ് സിറ്റുവേഷൻ ഈസ് കോൾഡ് സ്റ്റാക്ക് ഓവർഫ്ലോ. സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ we are trying to pop out things. അവിടെ പക്ഷേ there is nothing in the stack, അല്ലെങ്കിൽ the value of top is equal to 0. In that case we call it is stack underflow. So do you understand all these concepts? എന്ന് chat window ൽ ഇട്ടേക്കാമോ? അങ്ങനെയാണെങ്കിൽ I will be confident enough to move further. I'm checking your chat window. ഇത് മനസ്സിലായെങ്കിൽ ഒന്ന് മനസ്സിലായി നിന്ന് ചാറ്റ് വിൻഡോയിൽ ഇട്ടേക്കാമോ? ഓക്കെ ഓക്കെ, സമ്മതം. What about others? ബാക്കി ഒരു മീറ്റിംഗിലില്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് ഇതാണ് സ്റ്റാക്ക് എങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ കൂടി നോക്കാം. ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻസ് കൂടി നോക്കാം ഈ സ്റ്റാക്കിന്റെ. ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരു നമ്പറിനെ റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 എന്നുള്ള നമ്പറിനെ നമുക്ക് 3 2 1 എന്നാക്കി മാറ്റണം. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 അല്ലേ നമ്മുടെ ആദ്യത്തെ നമ്പർ. നമുക്കിങ്ങനെ സ്റ്റാക്ക് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അങ്ങ് നേരെ 1 by 1 ആയിട്ട് ഡിജിറ്റ് ബൈ ഡിജിറ്റ് ആയിട്ട് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. 1 ആദ്യം പുഷ് ചെയ്തു, 2 പുഷ് ചെയ്തു, 3 പുഷ് ചെയ്തു. ഇനി പുഷ് ചെയ്യാനൊന്നുമില്ല. ഇനി 1 by 1 ആയിട്ട് പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? 3 കിട്ടും, 2 കിട്ടും, 1 കിട്ടും. 3 2 1. ഇതാണ് ഒരു ആപ്ലിക്കേഷൻ ടു റിവേഴ്സ് നമ്പേഴ്സ് ഓർ സ്ട്രിങ്സ്. സ്ട്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ക്യാരക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഒരു സെന്റൻസിനെ അല്ലെങ്കിൽ ഒരു വേർഡിനെയൊക്കെയാണ് നമ്മൾ സാധാരണ സ്ട്രിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് മലയാളം എന്നുള്ളതിനെ നമുക്ക് സ്റ്റാക്കിലേക്ക് ഇടാം. നമ്മൾ ഇതിനെ സ്റ്റാക്കിലേക്ക് ഇടുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും. MALAYALAM. ഇങ്ങനെ നമുക്ക് ഇതിനെ സ്റ്റാക്കിലേക്ക് ഇടാം. നമുക്ക് തിരിച്ച് പോപ്പ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ EM ആദ്യം വരും, M അടുത്തായിട്ട് A,
A L A Y A L A M ഇങ്ങനെ നമുക്ക് പോപ്പൗട്ട് ചെയ്യാം. അപ്പോൾ ഒരു നമ്പറിനെ അല്ലെങ്കിൽ സ്ട്രിങ്ങിനെ ഒക്കെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ സ്റ്റാക്ക് ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പലപ്പോഴും നമ്മൾ ഈ ബ്രൗസറിലൊക്കെ ബാക്ക് ബട്ടൺ അടിക്കുമല്ലോ, ഈ ബാക്ക് എന്നും പറഞ്ഞൊരു ബട്ടൺ അല്ലെങ്കിൽ അൺഡു ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ടല്ലോ. അവിടെയും നമ്മൾ ബേസിക്കലി ഈ സ്റ്റാക്ക് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാൽ പോലും സിസ്റ്റത്തിനകത്ത് ഒരു സ്റ്റാക്ക് ഉണ്ട്. ഈ സ്റ്റാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന അൺഡു ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ബാക്ക് ബട്ടൺസ് ഒക്കെ ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഒരു വലിയൊരു ആപ്ലിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഈ ഇൻഫിക്സ് പോസ്റ്റ്ഫിക്സ് കൺവേർഷൻസ് ഒക്കെയാണ്. അത് നമുക്ക് അതിലേക്ക് വരാം. അതുകൂടെ പറയുന്നതിന് മുമ്പ് നമുക്ക് ഇന്ന് ഒരു കൺസെപ്റ്റ് കൂടി പഠിച്ചതിന് ശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് ഇങ്ങനെ ഞാനിങ്ങനെ ഒരു റേഡിയോ പോലെ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും സംഭവിക്കുക. അപ്പൊ അതൊന്ന് ബുദ്ധിമുട്ടാണ് പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കൺസെപ്റ്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞത് സ്റ്റാക്ക് ആണെങ്കിൽ അടുത്തായിട്ട് പറയാൻ പോകുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്യൂ ആണ്. ക്യൂ ഈ സ്റ്റാക്ക് എന്ന് പറയുന്ന ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. പകരമുള്ളത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ഫിഫോ എന്ന് പറയും. ഫിഫോ ഇത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് ഇറ്റ് ഇസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, റൈറ്റ്? അതായത് ഒരു ക്യൂവിന്റെ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കായിരിക്കും ആളായിരിക്കും ഏറ്റവും ആദ്യം ആ ക്യൂവിൽ നിന്ന് പുറത്തു പോവുക. അല്ലാതെ ബാക്കി നിൽക്കുന്ന ആളെ പിടിച്ച് ആദ്യമേ തന്നെ അയാളെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. അവിടെ അടിയും വഴക്കും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എപ്പോഴും ക്യൂ എന്ന് പറയുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ബസ്സിൽ കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ആളായിരിക്കും ആദ്യം ബസ്സിലേക്ക് കയറുക, റൈറ്റ്? അതുപോലെ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ആളായിരിക്കും ആദ്യം ഇറങ്ങുക. ജസ്റ്റ് ഒരു മിനിറ്റ്. താങ്ക് യു. ഓക്കെ, ഐ എം ബാക്ക്. അപ്പൊ ഇതാണ് ബേസിക്കലി ക്യൂ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയിരിക്കും ബേസിക്കലി ക്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ നമ്മൾ മുമ്പേ വരച്ച പോലെയൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ക്യൂവിനെ ഇങ്ങനെയൊക്കെ വരയ്ക്കാം. ഇത് ലെഫ്റ്റിലേക്കാണ്, ഇവിടെയാണ് മേ ബി സംതിങ് ലൈക്ക് ഇവിടെയാണ് ഒരു സർവീസ് കൗണ്ടർ ഒക്കെ ഉള്ളതെന്ന് വിചാരിച്ചു. അപ്പൊ ആൾക്കാര് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന് ഇവിടെ വന്നിക്കും. എ എന്നുള്ള ആൾ ഇവിടെ വന്നിക്കും, ബി എന്നുള്ള ആൾ ഇവിടെ വന്നിക്കും, സി ഇവിടെ വന്നിക്കും, ഡി ഇവിടെ വന്നിക്കും, ഇ ഇവിടെ വന്നിക്കും, റൈറ്റ്? ഇനി അടുത്തായിട്ട് ഇതിന് സെർവ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതിന് ആദ്യം ആരെ പുറത്തേക്ക് എടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പുറത്തേക്ക് എടുക്കുന്നത് എ ആയിരിക്കും. ആദ്യം നമ്മൾ എയെ പുറത്തേക്ക് എടുക്കും. അടുത്തായിട്ട് വീണ്ടും പുറത്തേക്ക് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബി എ ആയിരിക്കും പുറത്തേക്ക് എടുക്കുന്നത്, അല്ലെ? ബി പുറത്തേക്ക് വരും. അടുത്തായിട്ട് വീണ്ടും പുറത്തേക്ക് എടുക്കുന്നത് സി ആയിരിക്കും, സി പുറത്തേക്ക് വരും. വീണ്ടും പുറത്തേക്ക് എടുക്കുന്ന ഡി ആയിരിക്കും, ഡി പുറത്തേക്ക് വരും. ആൻഡ് വീണ്ടും പുറത്തേക്ക് എടുക്കുന്നത് ഇ ആയിരിക്കും. അപ്പൊ നമ്മൾ ഏത് ഓർഡറിലാണ് ഇൻസേർട്ട് ചെയ്തത്? നമ്മൾ ഇൻസേർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി സി ഡി ഇ എന്നുള്ള ഓർഡറിലായിരുന്നു ഇൻസേർട്ട് ചെയ്തത്. പുറത്തേക്ക് എടുക്കുമ്പോഴും നമുക്ക് അതേ ഓർഡറിൽ തന്നെ കിട്ടും, അല്ലെ?
അതാണ് ബേസിക്കലി ക്യൂ എന്ന് പറയുന്നത്. സ്റ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല, ഏത് ഓർഡറിലാണോ ഇൻസേർട്ട് ചെയ്തത് അതിന്റെ നേരെ റിവേഴ്സ് ഓർഡറിലാണ് നമുക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരുന്നത്. അത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണെങ്കിൽ ഇത് ഇവിടെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് നമ്മുടെ കേസിൽ ക്യൂവിലുള്ളത്. ഈ കൺസെപ്റ്റ് സ്റ്റാക്കും ക്യൂവും ഓൾമോസ്റ്റ് ഓപ്പോസിറ്റ് കൺസെപ്റ്റ്സ് ആണ്. പക്ഷെ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ നമ്മളിവിടെ ഇതിനകത്തൊരു നമ്മൾ ഈ സാധാരണ നമ്മൾ കാണുന്ന ക്യൂ പോലെയല്ല, ഇതിനൊരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ഇവിടെയും അപ്പൊ നമുക്ക് ക്യൂ അണ്ടർഫ്ലോ, ക്യൂ ഓവർഫ്ലോ കൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടാവാം അല്ലേ? എന്തായിരിക്കും ഈ ക്യൂ അണ്ടർഫ്ലോ, ക്യൂ ഓവർഫ്ലോ കൺസെപ്റ്റ്സ് ഒക്കെ വരാനുള്ള ചാൻസ് എന്തായിരിക്കും? വേറൊന്നുമില്ല, നമ്മൾ മുമ്പ് സ്റ്റാക്കിൽ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. ക്യൂ ഓവർഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ട്രൈങ് ടു ഇൻസേർട്ട് ആൻ ഐറ്റം ഇൻ ടു ദിസ് ക്യൂ. ക്യൂവിന് ഒരു ഫിക്സ്ഡ് സൈസ് ഉണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞ കൺസെപ്റ്റ് അനുസരിച്ചാണെങ്കിൽ മേ ബി സംതിങ് ലൈക്ക് ഇതാണ് ക്യൂ, എ ബി സി ഡി ഇ ഇത്രയും ആൾക്കാർ ഈ ക്യൂവിനകത്ത് ഓൾറെഡി കയറിയിരിക്കുകയാണ്. ഈ എഫ് എന്നൊരാൾ വരുമ്പോൾ ഈ ക്യൂവിനകത്ത് നിൽക്കാൻ സ്ഥലമില്ല. അങ്ങനെ വരിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ക്യൂ ഓവർഫ്ലോ എന്ന് പറയുന്നത്. റൈറ്റ്, ക്യൂ ഓവർഫ്ലോ, ഇതാണ് ക്യൂ ഓവർഫ്ലോ. ഇതേപോലെ തന്നെ ക്യൂ അണ്ടർഫ്ലോ ഉണ്ടാകാം. ക്യൂ അണ്ടർഫ്ലോ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ക്യൂ ഉണ്ട്, ക്യൂവിനകത്ത് ആരുമില്ല, വി ആർ ട്രൈങ് ടു ടേക്ക് ഔട്ട് വൺ ഫ്രം ദിസ് ക്യൂ. അങ്ങനെ വരുമ്പോഴാണ് ക്യൂ അണ്ടർഫ്ലോ ഉണ്ടാകുന്നത്. ക്യൂവിനകത്ത് ആരും ഇല്ലാത്തപ്പം അല്ലെങ്കിൽ ക്യൂവിനകത്ത് ഐറ്റംസ് ഒന്നും ഇല്ലാത്തപ്പം നമ്മളൊരു എലമെന്റിന്റെ പുറത്തേക്ക് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ദർ വിൽ ബി ക്യൂ അണ്ടർഫ്ലോ. ക്യൂവിനകത്ത് ക്യൂ ഓൾറെഡി ഫുൾ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഒരാളെ അകത്തേക്ക് അല്ലെങ്കിൽ ഒരു ഐറ്റത്തിനെ അകത്തേക്ക് ഇടാൻ നോക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ക്യൂ ഓവർഫ്ലോ. റൈറ്റ്, ഇതൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലത്തെ കൺസെപ്റ്റ് ആണ്. ഇവിടെ ഒരു രണ്ട് കാര്യങ്ങൾ, നമുക്ക് മറ്റേ സ്റ്റാക്കിന്റെ കേസിൽ പുഷും പോപ്പും ആയിരുന്നെങ്കിൽ ഇവിടെയുള്ള ഓപ്പറേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ക്യു ഇ എൻ ക്യു യു ഇ എന്നാണ്. എനിക്ക് എഴുതാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. ക്യു യു ഇ യു എൻ ക്യു ഡി ക്യു. എൻ ക്യു ഡി ക്യു, ഈ രണ്ട് ഓപ്പറേഷൻസ് ആണ് നമുക്ക് ക്യൂവിനകത്തുള്ളത്. സ്റ്റാക്കിനകത്ത് പുഷും പോപ്പും ആയിരുന്നെങ്കിൽ ഇവിടെ ഉള്ളത് എൻ ക്യു ഡി ക്യു ഓപ്പറേഷൻസ് ആണ്. എൻ ക്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഇൻസേർട്ടിങ് ഇൻ ടു ദിസ് ക്യൂ, വി ആർ ഇൻസേർട്ടിങ് ആൻ ഐറ്റം ഇൻ ടു ദിസ് ക്യൂ. ഡി ക്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഡിലീറ്റിംഗ് ആൻ ഐറ്റം ഓർ വി ആർ ടേക്കിംഗ് ഔട്ട് ആൻ ഐറ്റം ഫ്രം ദിസ് ക്യൂ. റൈറ്റ്, ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ഒരു ഈ ക്യൂവിന്റെ നമ്മൾ ഫ്രണ്ടിലാണോ ബാക്കിലാണോ അല്ലെ റിയറിലാണോ നമ്മൾ ഒരു ക്യൂവിൽ നിൽക്കുക? നമ്മളൊരു സിനിമ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കാനാണെങ്കിൽ ഒരു ക്യൂവിന്റെ ഫ്രണ്ടിലാണോ ബാക്കിലാണോ പോയി നിൽക്കുക? സ്വാഭാവികമായിട്ടും നമ്മൾ അതിന്റെ റിയർ എൻഡിൽ അല്ലെങ്കിൽ ക്യൂവിന്റെ ബാക്കിലായിരിക്കും നമ്മൾ പോയി നിൽക്കുക അല്ലെ? അതുപോലെ തന്നെ ക്യൂവിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങുകയാണെങ്കിൽ അയാൾ ഫ്രണ്ടിൽ നിന്നായിരിക്കുമോ ബാക്കിൽ നിന്നായിരിക്കും ഇറങ്ങുക? ക്യൂവിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളായിരിക്കും എപ്പോഴും പുറത്തേക്ക് ഇറങ്ങുക അല്ലെ? അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് വി ആർ യൂസിങ് two different variables here. The first is front and second is rear. ഈ ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുമ്പ് പറഞ്ഞ പോലെ തന്നെയുള്ള ഇൻഡെക്സ് ആണ്. ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് ഓഫ് ദി നെക്സ്റ്റ് ഐറ്റം ടു ബി ഡീക്യൂഡ് ഓർ ഡിലീറ്റഡ്, അതാണ് ഫ്രണ്ട് എന്ന് പറയുന്നത്. റിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് ഓഫ് ദി ലാസ്റ്റ് ഇൻസേർട്ടഡ് അല്ലെ ലാസ്റ്റ് എൻക്യൂഡ് ഐറ്റം, ഇതിനെയാണ് നമ്മൾ റിയർ എന്ന് പറയുന്നത്. ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് ഓഫ് ദ നെക്സ്റ്റ് ഐറ്റം ടു ബി ഡിലീറ്റഡ്, റിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് ഓഫ് ദ ലാസ്റ്റ് ഇൻസേർട്ടഡ് ഐറ്റം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ക്യൂ വരയ്ക്കാം. ഇതുപോലെ തന്നെയുള്ള ക്യൂ ആണ്. ഈ പറഞ്ഞ പോലെ എ ബി സി ഡി ഇ എഫ് ഒക്കെയാണ് നമുക്ക് ഇതിനകത്തുള്ളത്. നമുക്ക് ഇനിഷ്യലി ഫ്രണ്ടും റിയറും ഇതിന്റെ ഇൻഡെക്സ് ഞാൻ എഴുതുവാണെങ്കിൽ 1 2 3 4 5 എന്ന് എഴുതാം. ഇനിഷ്യലി ഫ്രണ്ടും റിയറും ഒക്കെ 0 ആയിരിക്കും. കാരണം ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻഡെക്സ് ഓഫ് ദ നെക്സ്റ്റ് ഐറ്റം ടു ബി ഡി ക്യൂഡ്. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഒരു ഐറ്റവും ഡി ക്യൂ ചെയ്യാനില്ല. ഇത് ക്യൂ അണ്ടർഫ്ലോ സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ഇൻഡെക്സ് ഓഫ് ദ നെക്സ്റ്റ് ഐറ്റം ടു ബി ഡി ക്യൂഡ് ഒന്നുമില്ല. അപ്പം നമുക്ക് ഫ്രണ്ടിന്റെ വാല്യൂ ഇനിഷ്യലി 0 ഇട്ട് കൊടുക്കാം. റിയറിന്റെ വാല്യൂ
റിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻഡെക്സ് ഓഫ് ദ ലാസ്റ്റ് ഇൻസേർട്ടഡ് ഐറ്റം. ഇതിനകത്തേക്ക് ഒരു ഐറ്റം പോലും ഇൻസേർട്ട് ചെയ്തിട്ടില്ല. അപ്പം റിയറിന്റെ വാല്യൂ നമുക്ക് 0 ഇട്ട് കൊടുക്കാം. നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ നമുക്ക് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം. എ ഇൻസേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയറിന്റെ വാല്യൂ ഒന്ന് കൂട്ടും. റിയറിന്റെ വാല്യൂ 1 ആക്കി മാറ്റും. എന്നിട്ട് റിയർ ഇപ്പൊ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് അവിടേക്ക് നമ്മൾ എ എടുത്തിടും. അതാണ് NQ A. അടുത്തായിട്ട് NQB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയറിന്റെ വാല്യൂ ഒന്നുകൂടി കൂട്ടും. എന്നിട്ട് ബി ഇങ്ങോട്ടേക്ക് ഇടും. അടുത്തായിട്ട് NQC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയറിന്റെ വാല്യൂ ഒന്നുകൂടി കൂട്ടും, സി ഇവിടേക്ക് വരും. NQD എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയറിന്റെ വാല്യൂ ഇവിടേക്ക് വരും, ബി ഇവിടേക്ക് വരും. NQE എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയർ ഇവിടെ വരും, ഇ നമ്മൾ ഇതിലേക്ക് വരും. അടുത്തായിട്ട് NQF എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇൻസേർട്ട് ചെയ്യാനില്ല, ഇവിടെ വരുമ്പോഴത്തേക്ക് അത് ഓവർഫ്ലോ, Q ഓവർഫ്ലോ ആയിട്ട് മാറും. റൈറ്റ്? കാരണം ഇനിയിപ്പം നമുക്ക് റിയറിന്റെ വാല്യൂവും ക്യൂവിന്റെ സൈസും ഈക്വൽ ആയി കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഒന്നും ഇൻസേർട്ട് ചെയ്യാൻ കഴിയില്ല, ഇവിടെ ക്യൂ ഓവർഫ്ലോ വരും. റൈറ്റ്? ഇനി ഇത് മനസ്സിലായി കാണുന്നത്, ഐ മീൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ ക്യൂവിനെ പറ്റി പറഞ്ഞതിൽ ഇത്രയും ടോപ്പിക്സ് ക്ലിയർ ആണോ? ചാറ്റ് വിൻഡോയിലേക്ക് ഇടാമോ? ഓക്കെ 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 ഓക്കെ. റൈറ്റ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഡി ക്യൂവും ചെയ്ത് നോക്കാം. ഡി ക്യൂ ചെയ്യുമ്പം ഉള്ളൊരു ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ. ഡി ക്യൂ ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ നിന്നായിരിക്കും എപ്പോഴും നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്നത്, അല്ലെ? ഫ്രണ്ടിൽ നിന്നാണ്. ഇൻഡെക്സ് ഓഫ് ദ നെക്സ്റ്റ് ഐറ്റം ടു ബി ഡി ക്യൂഡ് അല്ലെങ്കിൽ ഡിലീറ്റഡ് ആണ്. ഡിലീഷൻ ഇൻസേർഷൻ എന്നുള്ളത് ഡി ക്യൂ എൻ ക്യൂവിന് സിനോണിംസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്. റൈറ്റ്? ഇവിടുത്തെ സിറ്റുവേഷനിൽ നമ്മളിപ്പം ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്, ക്യൂ ഓൾമോസ്റ്റ് ഫുൾ ആയിരിക്കുകയാണ്, ക്യൂവിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. റൈറ്റ്? അപ്പോൾ നമുക്ക് ഇനി ഒരു ഐറ്റത്തെ റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി എന്തിനെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് ആക്ച്വലി ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് ഇലമെന്റിനെ ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത്? സ്വാഭാവികമായിട്ട് എ ആണ് ആദ്യം ഇൻസേർട്ട് ചെയ്ത്, അപ്പൊ എ തന്നെ ആയിരിക്കണം കിട്ടേണ്ടത്. അപ്പൊ റിയർ എന്നുള്ളത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേരിയബിൾ ആണ്. ഇതേപോലെ തന്നെയുള്ള വേരിയബിളാണ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേരിയബിൾ ആണ്, അല്ലേ? അപ്പൊ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേരിയബിളിന്റെ വാല്യൂ ഇപ്പൊ 0 ആയിട്ടിരിക്കുക. ഈ 0th പൊസിഷനിൽ നിന്ന്, അതായത് ഈ ഫ്രണ്ട് ഏത് ഇൻഡെക്സിലേക്കാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ വാല്യൂ ഏത് ഇൻഡെക്സ് ആണോ അവിടെ നിന്ന് വേണം നമുക്ക് ഇതിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇപ്പം നമ്മൾ ഒരെണ്ണത്തിനെ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡീക്യൂ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 0th പൊസിഷനിൽ നിന്ന് വേണം നമുക്ക് ഒരു എലമെന്റിനെ ഡിലീറ്റ് ചെയ്യേണ്ടത്. പക്ഷെ 0th പൊസിഷനിൽ എലമെന്റ് ഉണ്ടോ? 0th പൊസിഷനിൽ ആക്ച്വലി എലമെന്റ് ഒന്നും ഇല്ല. എലമെന്റ്സ് ഉള്ളതെല്ലാം 1 2 3 4 5 എന്നുള്ള പൊസിഷൻസിലായിരിക്കും ഇരിക്കുക. ഈ 0th പൊസിഷനിൽ എലമെന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആക്ച്വലി ഈ പറഞ്ഞ പരിപാടി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഫ്രണ്ടിന്റെ വാല്യൂ 1 ആക്കി വെക്കണമായിരുന്നു. ഫ്രണ്ടിനെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതായത് ഫ്രണ്ടിന്റെ വാല്യൂ എപ്പോഴായിരുന്നു 0 ആയിരുന്നത്? ഇനിഷ്യലി ക്യൂ തുടങ്ങുന്നതിന് മുമ്പ് അതിനകത്ത് എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് മാത്രമാണ് ഫ്രണ്ടിന്റെ വാല്യൂ 0 ആയിട്ടിരിക്കുന്നത്. ഇനി എപ്പോഴെങ്കിലും ഒരു എലമെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്രണ്ടിന്റെ വാല്യൂ ഈ പറയുന്ന 1 ആക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻക്യൂ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഇത് ടേക്ക് കെയർ ചെയ്യണമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കൺഫ്യൂഷൻ ഇല്ലാതെ ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്ക് ഇതേ ഓപ്പറേഷൻസ് തന്നെ ABCD എന്നുള്ള ഓപ്പറേഷൻസ് തന്നെ ഈ എൻക്യൂ ഓപ്പറേഷൻസ് തന്നെ ഒന്നുകൂടെ ചെയ്യാൻ. ഞാൻ ക്യൂവിനെ ഒന്നുകൂടി വരയ്ക്കാം. ആദ്യം ഫ്രണ്ടും റിയറും 0 ആയിട്ടിരിക്കുകയായിരുന്നു. ഇതാണ് 1 2 3 4 5 എന്നുള്ളതാണ് നമ്മുടെ ലൊക്കേഷൻ. ഫ്രണ്ടും റിയറും 0 ആയിട്ടിരിക്കുകയായിരുന്നു. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻസ് NQA ആണ്, അല്ലെ? NQA എന്നുള്ള ഓപ്പറേഷനല്ലേ ആദ്യം ചെയ്യുന്നത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയറിന്റെ വാല്യൂ നമ്മളൊന്ന് കൂട്ടി, എന്നിട്ട് A എടുത്ത് ഇതിനകത്തേക്ക് ഇട്ടു. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ ക്യൂവിനകത്ത് ഒരെലമെന്റെങ്കിലും വന്നത്, അല്ലെ? ഒരെലമെന്റെങ്കിലും വന്നത്.
അപ്പൊ ഒരു എലമെന്റ് ആദ്യത്തെ എലമെന്റ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിന്റെ വാല്യൂ കൂടി നമ്മൾ ഇവിടേക്ക് കൊണ്ടുവെക്കണം. ഫസ്റ്റ് എലമെന്റിന്റെ മാത്രം ഫ്രണ്ടിന്റെ വാല്യൂ കൂടി ഇവിടേക്ക് കൊണ്ടുവെക്കണം. അതായത് നമ്മൾ ഒരെണ്ണത്തിനെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഫ്രണ്ടിന്റെ നമ്മൾ ഫസ്റ്റ് എലമെന്റിനെ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫ്രണ്ടിന്റെ വാല്യൂ 0 ആയിരുന്നെങ്കിൽ നമ്മൾ അതിനെ മാനുവലി അപ്ഡേറ്റ് ചെയ്ത് 1ൽ കൊണ്ടുവെക്കണം. ഫസ്റ്റ് എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ മാത്രം. ഇനിയിപ്പോ അങ്ങോട്ട് ആ പ്രശ്നങ്ങളില്ല. ഇനി നോക്കൂ, എനിക്ക് ബിയെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ അപ്ഡേറ്റിംഗ് ദ വാല്യൂ ഓഫ് റിയർ ബൈ 1. ക്ലാസ് കഴിഞ്ഞിട്ടില്ല, ക്ലാസ് നടന്നിട്ടില്ല, ഓൺലൈൻ ക്ലാസ് ആണോ? എന്നാ പിന്നെ കുഴപ്പമില്ല, അത് അവിടെ പറഞ്ഞു. ഓക്കെ. സോ ഫസ്റ്റ് ടൈം മാത്രം ഫസ്റ്റ് എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ഫ്രണ്ടിന്റെ വാല്യൂവും കൂടി മാനുവലി ഒന്ന് 1ലേക്ക് കൊണ്ടുവെക്കണം. ഇനിയിപ്പോൾ അടുത്തായിട്ട് ബി ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? റിയറിന്റെ വാല്യൂ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരും. റിയർ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് അവിടേക്ക് ബി ഇടും. ഫ്രണ്ടിനെ നമ്മൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രണ്ടിന്റെ വാല്യൂ 0 ആയിരുന്നപ്പോൾ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ മാനുവലി ഈ പറഞ്ഞ പരിപാടി ചെയ്തത്. അടുത്തതായിട്ട് സി ഇൻസേർട്ട് ചെയ്തു. എന്ത് ചെയ്യും? റിയറിനെ അപ്ഡേറ്റ് ചെയ്തു, സി ഇട്ടു. ഫ്രണ്ടിനെ പറ്റി നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഡി റിയറിനെ അപ്ഡേറ്റ് ചെയ്തു, ഇവിടെ ഇട്ടു, ഡി ഇൻസേർട്ട് ചെയ്തു. ഇ റിയറിനെ അപ്ഡേറ്റ് ചെയ്തു, ഇ ഇട്ടു. നമ്മളിനി ഫ്രണ്ടിനെ പറ്റി വറി ചെയ്യുന്നില്ല. അടുത്ത എഫ് ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി റിയറിന്റെ വാല്യൂ ഓൾറെഡി ഈക്വൽ ടു സൈസ് ഓഫ് ദിസ് ക്യൂ ആണ്. നമുക്ക് ഇനി ഇപ്പൊ ഇൻസേർട്ട് ചെയ്യാൻ കഴിയില്ല. സോ ദർ ഇസ് ദിസ് ഓവർഫ്ലോ സിറ്റുവേഷൻ. ഈ ഒരു കാര്യം കൂടി നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. അതായത് അപ്പൊ നമുക്ക് ഒരു വളരെ ക്രൂഡായിട്ട് ഇതിനെ ഇങ്ങനെ എഴുതി വെക്കാം. നമുക്ക് ഒരെണ്ണത്തിനെ എൻക്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടികൾ, ഇപ്പൊ എൻക്യൂ ഓപ്പറേഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. എൻക്യൂ ഒരു ഐറ്റം ഇനി ഇൻസെർട്ട് ചെയ്യാൻ പോകുന്ന ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർഫ്ലോ ഉണ്ടോ എന്ന് നോക്കണം. ഓവർഫ്ലോ ഇല്ലെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. അതായത് ഈ റിയർ ഈക്വൽ ടു സൈസ് ആണെങ്കിൽ, റിയറിന്റെ വാല്യൂ സൈസ് ആണെങ്കിൽ ഓവർഫ്ലോ എക്സിറ്റ്. നമുക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തേത്, ഇനി അടുത്തായിട്ട് അല്ല എങ്കിൽ നാച്ചുറലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി വെച്ചാൽ റിയറിന്റെ വാല്യൂ ഒന്ന് കൂട്ടി റിയർ +1 എന്നിട്ട് റിയർ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത്, നമ്മൾ സാധാരണ ക്യൂ ഓഫ് റിയർ എന്നൊക്കെ എഴുതി വെക്കും. ക്യൂ ഓഫ് റിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂവിനകത്ത് റിയർ പോയിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിയറിന്റെ ഇൻഡെക്സ് പോയിന്റ് ചെയ്യുന്ന ലൊക്കേഷൻ, അവിടേക്ക് നമ്മൾ ഐറ്റത്തെ അങ്ങ് ഇട്ട് വെച്ചു. ഇനി മൂന്നാമത് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഇത് ഫസ്റ്റ് ഐറ്റം ആണോ ഇൻസേർട്ട് ചെയ്തെന്ന് നോക്കണം. ഫസ്റ്റ് ഐറ്റം ആണ് ഇൻസേർട്ട് ചെയ്തെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ടിനെ കൂടെ മാനുവലി അപ്ഡേറ്റ് ചെയ്ത് 1 ആക്കണം. ഫസ്റ്റ് ഐറ്റം ആണോ എന്ന് എങ്ങനെ അറിയാം? അതായത് ഫ്രണ്ടിന്റെ വാല്യൂ ഓൾറെഡി 0 ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അത് ഫസ്റ്റ് ഐറ്റം ആണ് നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിനെ കൂടെ നമ്മൾ 1 ആക്കി വെക്കണം. ഇതാണ് ബേസിക്കലി എൻക്യൂ ഓപ്പറേഷന്റെ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എൻക്യൂ ഓപ്പറേഷന്റെ അൽഗോരിതം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഓവർഫ്ലോ ചെക്ക് ചെയ്ത് നോക്കണം. ഓവർഫ്ലോ ആണെങ്കിൽ നമുക്ക് ഒരു പരിപാടി നടക്കില്ല, എക്സിറ്റ്. രണ്ടാമത് അല്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ റിയറിന്റെ വാല്യൂ ഒന്ന് കൂട്ടി എന്നിട്ട് റിയർ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്തത് അവിടേക്ക് ഐറ്റത്തെ പിടിച്ചിട്ടു. മൂന്നാമത് ഒരു കാര്യം കൂടെ ചെയ്യണം. ഇത് ഫസ്റ്റ് ഐറ്റം ആണെങ്കിൽ, അതായത് ഫ്രണ്ടിന്റെ വാല്യൂ ഓൾറെഡി 0 ആയിരുന്നെങ്കിൽ നമ്മൾ ആ ഫ്രണ്ടിനെ കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. ഈ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ക്ലിയർ ആണോ? ആയല്ലോ അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡി ക്യൂ ഓപ്പറേഷൻ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിർത്തിയേക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പൊ ഡി ക്യൂ ഓപ്പറേഷനിൽ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമുക്ക് അറിയാം ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ? ആക്ച്വലി ഇതേപോലെ ഇരിക്കുകയാണ്. നമ്മൾ ABCD E എന്നുള്ള രീതിയിൽ നമ്മൾ അകത്തേക്ക് ഇട്ടു. ഇനി നമുക്ക് പുറത്തേക്ക് എടുക്കണം. പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഏതാണ് ആദ്യം കിട്ടേണ്ടത്? A ആണ് ആദ്യം കിട്ടേണ്ടത്. ഈ പറഞ്ഞ A ആദ്യം കിട്ടണം അല്ലെ? A ആദ്യം കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് എവിടേക്കാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത്
ആ എലമെന്റിനെ നമ്മൾ ഇത് പുറത്തേക്ക് എടുത്തു, എന്നിട്ട് ഫ്രണ്ടിന്റെ വാല്യൂ ഒന്ന് കൂട്ടി, ഫ്രണ്ട് ഇവിടെ വന്നു. അപ്പൊ ആദ്യത്തെ D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് A കിട്ടി. വീണ്ടും നമ്മൾ D2 ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് എവിടേക്കാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് അതിങ്ങെടുക്കാം. അപ്പൊ B കിട്ടി, A പോയി, അടുത്തായിട്ട് B കിട്ടി, ഫ്രണ്ടിന്റെ വാല്യൂ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്തു. വീണ്ടും നമ്മൾ D2 ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട് ഇപ്പൊ എവിടേക്കാണോ പോയിന്റ് ചെയ്യുന്നത് ആ സ്ഥാനത്ത് എടുത്തു, എന്നിട്ട് ഫ്രണ്ടിന്റെ വാല്യൂ ഒന്നുകൂടി കൂട്ടി. വീണ്ടും നമ്മൾ D2 ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട് ഇപ്പൊ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് അതിനെ എടുത്തു, ഫ്രണ്ടിന്റെ വാല്യൂ ഒന്നുകൂടി കൂട്ടി. വീണ്ടും നമ്മൾ D2 ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട് എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് അതിനെ എടുത്തു, ഫ്രണ്ടിന്റെ വാല്യൂ ഒന്നുകൂടി കൂട്ടി. ഇപ്പൊ നമുക്ക് നോക്കിയ ഒരു കാര്യം അറിയാം, ഈ ഫ്രണ്ടിന്റെ വാല്യൂ റിയറിന്റെ വാല്യൂവിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ, ഫ്രണ്ടിന്റെ വാല്യൂ റിയറിന്റെ വാല്യൂ കടന്നുപോയി. ഒരു ക്യൂവിൽ നമുക്കിത് ഒരിക്കലും പോസിബിൾ അല്ല, നമുക്ക് തന്നെ അറിയാമല്ലോ. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പുറത്തേക്ക് എടുക്കുന്ന സ്ഥലം, റിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ അകത്തേക്ക് എടുക്കുന്ന സ്ഥലം. അപ്പൊ ഈ പുറത്തേക്ക് എടുക്കുന്ന സ്ഥലം അകത്തേക്ക് എടുക്കുന്ന സ്ഥലത്തെക്കാളും കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യൂവിന്റെ മീനിങ്, ക്യൂ എന്ന് പറയുന്ന സാധനം ഇപ്പൊ എംപ്റ്റി ആയി കഴിഞ്ഞു അല്ലെ. ഈ ക്യൂ ആക്ച്വലി എംപ്റ്റി ആയി കഴിഞ്ഞു. ഈ ക്യൂ എംപ്റ്റി ആയി എങ്കിൽ നമുക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക? ക്യൂ എംപ്റ്റി ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ പറഞ്ഞ പരിപാടികളെല്ലാം ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയറിനെയും 0 ആക്കി, ഫ്രണ്ടിനെയും 0 ആക്കി, ഫ്രണ്ടിനെയും റിയറിനെയും നമ്മൾ ആക്ച്വലി 0 ആക്കി വെച്ചു. ഇതാണ് നമ്മൾ ഡിലീഷൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ DQ ഓപ്പറേഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, ഇത് കൺഫ്യൂസിങ് ആവുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. ഞാൻ ഒരു ക്യൂ ഒന്നുകൂടി വരയ്ക്കാം. ഇതാണ് നമ്മുടെ ക്യൂ. നമുക്ക് ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ചെയ്ത് നോക്കാം. ഇനിഷ്യലി ഫ്രണ്ടും റിയറും ഒക്കെ 0-യിൽ ഇരിക്കുകയാണ്. ഇങ്ങനെ ആയിരിക്കുമല്ലോ എപ്പോഴും ക്യൂവിൽ ഇരിക്കുക, ഫ്രണ്ടും റിയറും ഒക്കെ 0-യിൽ, ഫ്രണ്ടും റിയറും ഒക്കെ 0-യിൽ ഇരിക്കുകയാണ്. നമുക്ക് ഈ പറയുന്ന ഓപ്പറേഷൻ ചെയ്ത് നോക്കാം. NQA, NQB, NQC, എന്നിട്ട് DQA, DQB, DQC. DQ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന ഇത് എഴുതേണ്ട ആവശ്യമില്ല, എന്താണ് കിട്ടുന്നതെന്നുള്ളത് ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല. DQ, 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 വീണ്ടും ഒരു DQ, ഇത് 4 DQയും കൂടെ ഞാൻ ചെയ്യും. ഇവിടെ നമുക്ക് നോക്കാം NQA. NQA എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ റിയറിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു, A ഇവിടെ കിട്ടും, എന്നിട്ട് ഇത് ഫസ്റ്റ് എലമെന്റ് ആയതുകൊണ്ട് ഫ്രണ്ടിനെ കൂടെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചു അല്ലെ. അടുത്തായിട്ട് NQB എന്ന് പറയുമ്പോൾ റിയറിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, B ഇട്ടു. അടുത്തായിട്ട് NQC എന്ന് പറയുമ്പോൾ റിയറിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു, C ആഡ് ചെയ്തു. DQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഇപ്പൊ എവിടെയാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് അതിനെ കിട്ടണം. അതായത് ഇവിടെ നിന്ന് ഞാൻ A വെളിയിലെടുത്തു, ഫ്രണ്ടിന്റെ വാല്യൂ ഒന്ന് ഇവിടെ വന്നു. ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് പോയിന്റ്സ് ദ നെക്സ്റ്റ് ഐറ്റം ടു ബി ഡിലീറ്റഡ്. വീണ്ടും DQ കൊടുത്തു. DQ കൊടുക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഇപ്പൊ എങ്ങോട്ടാണോ പോയിന്റ് ചെയ്ത് അതിന് കിട്ടി, ഫ്രണ്ട് ഇവിടെ വന്നു. വീണ്ടും DQ കൊടുത്തു, ഇപ്പൊ ഫ്രണ്ട് പോയിന്റ് ചെയ്യുന്നത് C-യിലാണ്, അതിന് കിട്ടി. വീണ്ടും ഫ്രണ്ടിന്റെ വാല്യൂ ഇവിടെ വന്നു, റൈറ്റ്. വീണ്ടും ഞാൻ DQ കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, DQ കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫ്രണ്ട് എന്ന് പറയുന്നത് റിയറിനെ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ടിനെ ഇവിടെ കൊണ്ടുവരും, റിയറിനെ ഇവിടെ കൊണ്ടുവരും, ഫ്രണ്ടിന്റെ വാല്യൂ റിയറിന്റെ വാല്യൂ ഇവിടെ കൊണ്ടുവരും. അതായത് ബേസിക്കലി ഞാൻ ഈ കളഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല, ഈ എലമെന്റ്സ് ഒന്നും ഇവിടെ ഇല്ല. അതായത് ക്യൂ ഓൾറെഡി എംപ്റ്റി ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, റൈറ്റ്. ക്യൂ ഓൾറെഡി എംപ്റ്റി ആകുമ്പോഴാണ് നമ്മൾ ഈ ഫ്രണ്ടിനെയും റിയറിനെയും വീണ്ടും 0-യിലാക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ ഒരു DQ കൂടെ കൊടുക്കുന്നിരിക്കട്ടെ. ഒരു DQ കൂടെ കൊടുക്കുമ്പോൾ ഫ്രണ്ടിന്റെ വാല്യൂ ഓൾറെഡി എന്താണ്, 0-യാണ്. എനിക്ക് ഇനി ഒന്നും DQ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ സിറ്റുവേഷനിൽ എനിക്ക് കിട്ടുന്നത് അണ്ടർഫ്ലോ ആയിരിക്കും. ഈ ഐഡിയ മനസ്സിലായോ? ഈ ചെയ്യുന്ന രീതി മനസ്സിലായോ? ചെയ്യുന്ന രീതി മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അൽഗോരിതം കൂടെ ഞാൻ എഴുതിയിട്ട് നമുക്ക് ഇത് നിർത്തിയേക്കാം. ഇവിടുത്തെ കേസിൽ അൽഗോരിതം DQ എന്നുള്ള അൽഗോരിതം കൂടാണ് എഴുതുന്നത്. ഈ അൽഗോരിതം അല്ലാതെ PPT-ക്കകത്ത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്.
എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഡി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ചെക്ക് ചെയ്യേണ്ടത് വി ആർ ചെക്കിംഗ് അണ്ടർഫ്ലോ. അണ്ടർഫ്ലോ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? വി ആർ ചെക്കിംഗ് വെദർ ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 0. ഫ്രണ്ടിന്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, അണ്ടർഫ്ലോ ആണ്, നമുക്ക് അവിടെ ചെക്ക് ചെയ്യാം. രണ്ടാമത്തേത് അങ്ങനെയൊന്നും പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇപ്പോൾ ഉള്ള ഐറ്റത്തെ ഇങ്ങെടുക്കുക, ഐറ്റം അസൈൻ ക്യൂ ഓഫ് ഫ്രണ്ട് അതിങ്ങെടുക്കുക, എന്നിട്ട് ഫ്രണ്ടിന്റെ വാല്യൂ ഒന്ന് കൂട്ടുക അല്ലെ, ഫ്രണ്ട് അസൈൻ ഫ്രണ്ട് പ്ലസ് 1 ഒന്നുകൂടി കൂട്ടുക. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിന്റെ വാല്യൂ റിയറിന്റെ വാല്യൂനെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടോ എന്ന് നോക്കുക. ഈ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഫ്രണ്ടിനെയും റിയറിനെയും ഒക്കെ നമുക്ക് 0 ആക്കി മാറ്റാം. നാലാമത് ഈ ഒരു കാര്യം കൂടി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഐറ്റത്തെ ഇങ്ങ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ അങ്ങ് റിട്ടേൺ ചെയ്യാം. അതിനെ റിട്ടേൺ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ അങ്ങ് കൊടുക്കാം. അതിനെ റിട്ടേൺ എന്നുള്ളത് ഒരു കമ്പ്യൂട്ടർ ടേം ആണ്. അത് തൽക്കാലം ആരാണോ ഡി ക്യൂ ചെയ്യാൻ പറഞ്ഞ് അയാൾക്ക് കൊടുക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇതാണ് ബേസിക്കലി ഡി ക്യൂവിന്റെ ഓപ്പറേഷൻസ്. ഈ അൽഗോരിതം ഓൾറെഡി ഉണ്ട്, നിങ്ങൾക്ക് പി പി ടിയിലാക്കി ഷെയർ ചെയ്യാം. എന്നാലും ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഗോട്ട് ദ കൺസെപ്റ്റ്. നമ്മളപ്പോൾ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചർ ആണ്. അവിടെ നമുക്ക് രണ്ട് ഓപ്പറേഷൻസ് ഉള്ള പുഷും പോപ്പും ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ ടോപ്പ് എന്നൊരു വേരിയബിളിനെയൊക്കെ ഉപയോഗിച്ചായിരുന്നു. അപ്പം നമ്മൾ ഏത് രീതിയിലാണോ അകത്തേക്ക് പുഷ് ചെയ്യുന്നത് അതിന്റെ നേരെ റിവേഴ്സ് ഓർഡറിലായിരിക്കും നമുക്ക് പോപ്പ് ചെയ്ത് കിട്ടുക. അവിടെ നമുക്ക് ഓവർഫ്ലോ അണ്ടർഫ്ലോ ഒക്കെ ഉണ്ട്. ഇതിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ക്യൂ. ക്യൂവില് നമുക്ക് രണ്ട് ഓപ്പറേഷൻസ് ആണ് ഉള്ളത്. അത് എൻ ക്യൂ ഡി ക്യൂ ആണ്. ഇതൊരു ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചർ ആണ്. ഇവിടെയും നമുക്ക് രണ്ട് വേരിയബിൾസ് ഉപയോഗിക്കുന്നുണ്ട്, ഒന്ന് ഫ്രണ്ടും മറ്റേ റിയറും. റിയറിൽ കൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യും, ഫ്രണ്ടിൽ കൂടെ ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡി ക്യൂ ചെയ്യും. ഇനിഷ്യലി ഈ ഫ്രണ്ടും റിയറും എല്ലാം 0 ആയിരിക്കും. ഒരു എലമെന്റിനെ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ റിയറിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യും, എന്നിട്ട് ആ പൊസിഷനിലേക്ക് പുതിയ എലമെന്റിനെ കൊണ്ടിടും. അത് ഫസ്റ്റ് എലമെന്റ് ആണെങ്കിൽ നമ്മൾ ഫ്രണ്ടിനെ കൂടി അപ്ഡേറ്റ് ചെയ്യും. ഇനി അതല്ല എങ്കിൽ നമ്മൾ ഈ സാധാരണ പോയി ഇൻസേർട്ട് ചെയ്ത് പോകും, ഓവർഫ്ലോ വരുന്നവരെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഡി ക്യൂവിന്റെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് എവിടെയാണോ പോയിന്റ് ചെയ്യുന്നത് ആ എലമെന്റിനെ എടുക്കുക വേണ്ടേ. ആ എലമെന്റിനെ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യും, ഫ്രണ്ടിന്റെ വാല്യൂ ഒന്ന് കൂട്ടും. അപ്പൊ അവിടെയും നമുക്ക് അണ്ടർഫ്ലോ നോക്കാനുണ്ട്. ഫ്രണ്ടിന്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതല്ല, നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫ്രണ്ടിന്റെ വാല്യൂ റിയറിന്റെ വാല്യൂനെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ക്യൂ എം ടി ആയി കഴിഞ്ഞു, ക്യൂവിന് അതിനെ ഒന്നുമില്ല, നമുക്ക് ഫ്രണ്ടിനെയും റിയറിനെയും വീണ്ടും 0 ആക്കാം. സോ ഐ തിങ്ക് വി ക്യാൻ സ്റ്റോപ്പ് ദ ക്ലാസ് ഹിയർ നൗ.